ഹായ്, എന്തുണ്ട് നോമ്പ് തുറ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, യൂട്യൂബില് ഞാൻ നോമ്പ് നോറ്റതാടാ. ഈ എന്താ കഴിച്ചേ? ആണല്ലേ. ഞങ്ങൾ ഇതാക്കുന്ന നോമ്പ് തുറക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോ ബൈപ്പാസിലാണുള്ളത്. തിരൂര് നമ്മുടെ കൗസർ മന്തി ഇഫ്താർ മീറ്റിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതെ അതെ. അപ്പോ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. നമുക്കൊരു മരണം, അതേപോലെ താത്തൻ്റെ വീട്ടിൽ ചെറിയ പഠിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളം കുടിച്ചാൽ നോമ്പ് 10 മണിക്ക് മുന്നേ നോമ്പെടുത്ത നോമ്പാണ്. എണീച്ച പാടി കുറച്ച് ചായയും പത്തിരിയൊക്കെ തിന്നുക. പിന്നെ ബംഗാളി ബംഗ്ലാവിൽ ബ്ലാങ്കറ്റ് ഇട്ടു. ബംഗ്ലാവല്ല, ബംഗാളി ബംഗ്ലാവിൽ ബ്ലാങ്കറ്റ് ഇട്ടു. ബംഗാളി ബംഗ്ലാവിൽ ബ്ലാങ്കറ്റ് ഇട്ടു. ബംഗാളി ബംഗ്ലാവിൽ ബ്ലാങ്കറ്റ് ഇട്ടു. അറിയേണ്ടതൊന്ന് പറയും. ബംഗാളി ബംഗ്ലാവിൽ ബ്ലാങ്കറ്റ് ഇട്ടു. ബംഗാളി ബംഗ്ലാവിൽ ബ്ലാങ്കറ്റ് ഇട്ടു. ബംഗാളി ബംഗ്ലാവിൽ ബ്ലാങ്കറ്റ് ഇട്ടു. ബംഗാളി ബംഗ്ലാവിൽ ബ്ലങ്കാവോ ബംഗ്ലാവ് എന്തെന്നാ ഗൈസ് കണ്ടില്ല. ഇതാണ് വിവരല്ലായ്മ. അത് ഭയങ്കര ഒരു പ്രശ്നാണ്. ഷംന പറയും. ഷംനന് പോയോ? ഞാൻ തെറ്റിക്കും. ബംഗാളി ബംഗ്ലാവിൽ ബ്ലാങ്കറ്റ് ഇട്ടു. രണ്ടാമത് പറഞ്ഞാൽ വേറെ തിരിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആദ്യം കറക്റ്റ് 5 പ്രാവശ്യം പറയാ. ഞാൻ പറഞ്ഞതാ. ബംഗാളി ബംഗ്ലാവിൽ ബ്ലാങ്കറ്റ് ഇട്ടു. 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 ആദ്യം പൊളിച്ച് ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് ഒരു ചിക്കൻ പീസ് ഞാൻ കൂടുതൽ കൊടുക്കുന്നതായിരിക്കും. ആയിക്കോട്ടെ ഗൈസ്. നമ്മളെ ടോളിന്റെ അടുത്ത് നമ്മൾ ബ്ലോക്ക് പെട്ടിരിക്കുകയാണ്. ഭയങ്കര വണ്ടിയാണ് കേട്ടോ, നിറച്ചും. അങ്ങനെ ഗൈസ് ടോളിലേക്ക് ഫാസ്റ്റ് ട്രാക്ക് ഉള്ളതിന് സാധനം ഇങ്ങനെ അടിച്ചെടുക്കുക. അങ്ങനെ ഗൈസ് നമ്മൾ ഏകദേശം എത്താനായിട്ടോ. നമ്മളിങ്ങനെ എത്താനായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിവിടെ എത്തിട്ടോ. ശ്രേയാന്ത നമ്മളിവിടെ എത്തിയില്ലേ? കൗസർ മന്തി. അങ്ങനെ ഗൈസ് ഞങ്ങളിതാക്കണം ഇവിടെ എത്തിട്ടോ. ഗൈസ് ഞങ്ങളിതാക്കണം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 6:30 ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. 6:38 ബാങ്ക്. അപ്പോഴേക്കും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും വന്നിട്ട് എല്ലാവരും സീറ്റിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, ബാങ്ക് കൊടുക്കാൻ വെയിറ്റും ചെയ്ത്. എന്തിനൊന്നും അറിയണ്ട. കൗസർ മന്തിന്റെ ഇഫ്താർ മീറ്റിന് വന്നതാണ്. അറിയല്ലോ അളിയാ. കുറെ ആൾക്കാർ വന്നിരിക്കുന്നേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇഫ്താർ മീറ്റിലാണ്. അങ്ങനെ ഗൈസ് ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നതാക്കുന്ന സ്നാക്സ് ആയിട്ടുള്ളത് നമ്മൾ സമൂസ ഉണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, അതേപോലെ കട്ട് ഫ്രൂട്ട്സും ആണ് കേട്ടോ ഉള്ളത്. വത്തക്ക, മുന്തിരി, നാരങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ജ്യൂസായിട്ട് വരുന്നത് പിന്നെ പൈനാപ്പിൾ ജ്യൂസും വത്തക്ക ജ്യൂസും ആണ് ഗൈസ്. നമ്മൾ സ്നാക്സും ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതാക്കുന്ന കൗസർ സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. കൗസർ മന്തി എന്ന് പറയുമ്പം അവിടെ സ്പെഷ്യലായിട്ട് മന്തിയാണല്ലോ ഉണ്ടാവുക. അതേപോലെ ഒരുപാട് ഫ്ലേവറിലുള്ള ചിക്കനും അതേപോലെ മട്ടനും ഒക്കെ ആണ് കേട്ടോ ഉള്ളത്. നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്, നമുക്കൊരു മടുപ്പ് വരാത്ത മന്തിയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന എല്ലാവരും ഫുഡ് കഴിച്ച്
കുറ്റം പറഞ്ഞാൽ കുഴങ്ങിയിട്ടുണ്ട്. കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നമ്മൾ സ്നാക്സും എന്തെങ്കിലും ഒരു ജ്യൂസും കുടിച്ച് കഴിഞ്ഞാൽ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാറുള്ളത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് അതിൻ്റെ മുകളിലൊക്കെ തന്നെ നമ്മൾ ഫുഡും കൂടെ കഴിച്ചപ്പോൾ ഹെവി ആയിട്ട് നമുക്ക് പിന്നെ ഒന്നിനും പറ്റാത്തൊരവസ്ഥ ആയിട്ടോ. നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കല്ലോ. പക്ഷെ ഫുഡ് അടിപൊളിയായിരുന്നു. എന്താ പറയാ നിങ്ങളെങ്ങനെ അതേമാതിരി? ഓ ഞങ്ങളെ പോലെയാണോ ഫുഡ്? ബീഫ് അടിപൊളി ആണല്ലേ. നീ എത്ര പ്ലേറ്റ് കഴിച്ച്? നീ എത്ര പ്ലേറ്റ് കഴിച്ച്? ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. ഒക്കെ കൂടി ഒപ്പം വെച്ചപ്പോ ഒരു ഇതായില്ലേ. എന്നാലും കണ്ടപ്പോ തന്നെ കുറെ വയറായിരുന്നു. ആണല്ലേ. നിങ്ങളെ വളന്റെ കണ്ണം പോയിണല്ലോ. അത് അങ്ങനത്തെ മോഡലാണോ? ഹായ്, എന്താ നോമ്പ് തുറ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, യൂട്യൂബില് ഞാൻ നോമ്പ് നോറ്റതാടാ. ഈ എന്താ കഴിച്ചേ? ആണല്ലേ. നമ്മളിതാക്കുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാക്കുന്ന അവരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെ വക നമുക്കൊരു അവാർഡായിട്ടൊരു ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന ഷിയാസ്കയൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണേ. യൂത്ത്കാർക്ക് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. അതെല്ലാവരും ഏറ്റെടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നോമ്പ് ലൈഫിൽ ഫസ്റ്റ് ടൈം. കാരണം നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് മൈനവരെ നിസ്കരിക്കും. ഇത് നേരെ ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ട് ഫുഡ് ഫസ്റ്റ് കഴിച്ച് ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷെ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനത്തെ വെറൈറ്റി നോമ്പ് പറയുന്നത്. ഇത്ര ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഈ മലബാറിന്റെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട്. പറയുമ്പോൾ നാളേക്ക് അവരെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് യൂട്യൂബേഴ്സാണ് നല്ലത്. മക്കളെ മൈക്കിനൊരു കംപ്ലൈന്റ് സാർ വേണമെങ്കിൽ ഈ മൈക്ക് എടുക്കാം. പൊന്നു മേഡം നമ്മളേക്ക് മൈക്കപ്പണില്ലേ തമാശ കാര്യം പറയാം. ഈ മുഖ്യസത്യം എല്ലാവരും ഇതാക്കുന്ന ഫോട്ടോഷൂട്ടിലൊക്കെ ആണ് കേട്ടോ. ഞങ്ങൾ ഇതാക്കുന്ന തിരിച്ച് പോരുകയാണ്. ഇതാക്കുന്ന അവാർഡൊക്കെ കിട്ടിയിട്ടോ. വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അളിയാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ. നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് അങ്ങനെ മൂന്നാമത്തെ നോമ്പും തുറന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഇതാക്കുന്നതിന് ഇപ്പം ഞങ്ങൾക്ക് നാട്ടിലെത്തണം. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ എന്തായാലും ഉണ്ടാവും. ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന നോമ്പൊക്കെ തുറന്ന് വീട്ടിലെത്തിയിട്ടോ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് നോമ്പൊക്കെ ഒരു 2 മണിക്കൂറുള്ള യാത്ര ഉണ്ടല്ലോ. പിന്നെ അവിടുന്ന് നോമ്പൊക്കെ തുറന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് 2 മണിക്കൂർ. അപ്പം 4 മണിക്കൂർ. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും ട്രാഫിക്കും പറയണ്ടല്ലോ. ഒന്ന് ക്ഷീണിച്ച് ആവശ്യമായിട്ടാട്ടോ ഇവിടെ എത്തിയത്. ഒന്നാമത് നോമ്പും കൂടെ ആയിട്ടാണ് കേട്ടോ. ഈ ചൂടും ഒക്കെ ആണല്ലോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളെ മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.